ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ കനകദുർഗയുടെ സങ്കടമൊക്കെ കണ്ടുകൊണ്ട് നയന കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല, നന്ദുവിൻ്റെ ഇപ്പോഴത്തെ മാറ്റം അത് വല്ലാത്തൊരു മാറ്റം തന്നെയാണെന്ന് പറഞ്ഞു ഈ പോക്ക് പോയാൽ ഒരിക്കലും ശരിയാവില്ല എന്ന് പറഞ്ഞാണ് കനകദുർഗ അങ്ങ് മാറിപ്പോയത്. നയനയൊക്കെ ആണെങ്കിൽ എന്തോ പോലെ ആയിപ്പോയിട്ടോ. ഇതെന്താ അമ്മ ഇങ്ങനെ പറയുന്നത്, എന്തോ ഉണ്ടല്ലോ, ഇതിനപ്പുറം എന്തോ ഉണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിലൂടെ ഓടിപ്പോവുകയാണ്. അപ്പം ആ ഒരു സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നയന ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ റൂമിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പറയാൻ വന്നതാ, അത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേന്ന് ചോദിച്ചു. എന്ത് നീ പറഞ്ഞതൊക്കെ ഓർത്ത് വെക്കാനായിട്ടേ എനിക്കെന്താ വല്ല ഭ്രാന്തും ഉണ്ടോ? നീ പറഞ്ഞതിൽ പകുതി കാര്യങ്ങളും സത്യത്തിൽ എനിക്ക് ഓർക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പം അത് വേറെ ഒന്നുമല്ല, ഇപ്പം എൻ്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. എന്താ നിൻ്റെ അമ്മ വന്നെങ്കിൽ നിൻ്റെ അമ്മേനെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടണോ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പം ഒരു നാടകം ആടിക്കൊണ്ടിരിക്കുകയാണല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ നാടകം തന്നെയാണ്. അതിൽ കുറച്ച് പ്രേക്ഷകരും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ട്, പ്രേക്ഷകരുണ്ട്. ആ പ്രേക്ഷകരാണല്ലോ എൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും, അതുപോലെ ഈ പറയുന്ന നിൻ്റെ അമ്മയും, അത് ഈ കുടുംബത്തിലെ എല്ലാവരും. ഈ നാടകം ഇങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിക്കൊണ്ടുവരാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എനിക്കൊരിക്കലും ചേരുന്ന പെണ്ണല്ല നീ, ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന പെണ്ണല്ല നീ. നിന്റെ ഈ തരത്തിലുള്ള വർത്താനം തന്നെ നിർത്തുവാണെങ്കിൽ പകുതി സമാധാനം ഈ കുടുംബത്തിലുണ്ടാകുമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ നയന പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയുള്ളൂ എന്ന്, പക്ഷേ ഞാൻ അതൊന്നുമല്ല പറഞ്ഞു വരുന്നത്. എൻ്റെ അമ്മ ഇവിടെ വന്നു, എൻ്റെ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. നമ്മൾ രണ്ടും ഭാര്യയും ഭർത്താവും ജീവിക്കുന്നത് പോലെ തന്നെ ജീവിക്കുകയാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, ഈ നാടകം തുടരണം. എൻ്റെ അമ്മയുടെ മുമ്പിലെങ്കിലും കുറച്ച് പരിഗണന എനിക്ക് തരണം. അമ്മയ്ക്ക് സംശയം തോന്നാത്ത തരത്തിൽ വേണം പെരുമാറാൻ എന്ന് പറഞ്ഞപ്പോൾ, പിന്നെ നിൻ്റെ അമ്മയെ ബോധിപ്പിക്കാനായിട്ട് നിന്നെ സ്നേഹിക്കാനൊന്നും എനിക്കിനി പറ്റില്ല. നിൻ്റെ അമ്മയെല്ലാം അറിയട്ടെ, അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്? നിൻ്റെ അമ്മ അറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ആ ഒരു തരത്തിൽ നിനക്ക് എന്നെ കയ്യിലെടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഒരിക്കലും അത് നടക്കാനും പോകുന്നില്ല. കാരണം എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും നയന പറഞ്ഞതിനൊക്കെ നമ്മുടെ ആദർശ വിപരീതമായിട്ടാണ് സംസാരിച്ചത്. ഇത് കണ്ടിട്ട് നമ്മുടെ നയനയ്ക്ക് ഭയങ്കര വിഷമമായി. തൻ്റെ അമ്മയുടെ മുമ്പിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം, ഈ കള്ളനാടകം തുടരണം എന്ന് തന്നെയാണ് നയനയുടെ ആഗ്രഹം. കാരണം നമ്മുടെ കനകദുർഗ എല്ലാ സത്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും വേദനിക്കുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് നയനെ അങ്ങനെയൊക്കെ ആദർശനോട് പറഞ്ഞത്. പക്ഷേ ആദർശ് അത് മൈൻഡ് പോലും ചെയ്തില്ല. ഈ ചെവി കൂടെ കേട്ടിട്ട് ആ ചെവി കൂടെ കളയുക എന്നുള്ളതല്ലാതെ മൈൻഡ് പോലും ചെയ്യാതെ അങ്ങ് പോയി കേട്ടോ. ഈ സമയം നമ്മുടെ കനകദുർഗ വല്ലാണ്ട് അങ്ങ് വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ നയനയും ആദർശും പറഞ്ഞതെല്ലാം കനകദുർഗ കേട്ടു. അപ്പം കനകദുർഗ കേട്ടത് കൊണ്ട് തന്നെ കനകദുർഗയ്ക്ക് ഇത് വല്ലാണ്ട് അങ്ങ് ഷോക്കായിപ്പോയി. കാരണം ഒരിക്കലും തൻ്റെ മകൾ ഇങ്ങനെ മരുമകനും ഇങ്ങനെ ആകുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നവ്യയുടെ ജീവിതമോ ഇങ്ങനെ ആയിപ്പോയി. പക്ഷെ കനകദുർഗയുടെ നമ്മുടെ നയനയുടെ ജീവിതം നല്ല രീതിയിൽ പോവുകയാണെന്ന് കരുതിയ ആ അമ്മയ്ക്ക് അവിടെ സങ്കടം മാത്രമാണ് കിട്ടിയത്. അങ്ങനെ വല്ലാത്ത വിഷമത്തോടു കൂടി തന്നെ നമ്മുടെ കനകദുർഗ ഇങ്ങനെ പോയിരിക്കുന്നു. അപ്പം കനകദുർഗ ഇങ്ങനെ പോയിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് നയന ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കനകദുർഗ എല്ലാം ചോദിക്കുകയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും കിളിച്ച് വെച്ച് ചോദിച്ചു. ഏതായാലും അവിടെ നമ്മുടെ നയനയ്ക്ക് സത്യം പറഞ്ഞാൽ നുണ പറയാൻ പറ്റിയില്ല, സത്യം തന്നെ വെളിപ്പെടുത്തേണ്ടി വന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി സങ്കടമായി കനകദുർഗയ്ക്ക്. കനകദുർഗ പറഞ്ഞു, മോളെ ഞാൻ നിന്നെക്കുറിച്ച് ഓർത്ത് ഒരുപാട് സന്തോഷിച്ചിരുന്നു, നിനക്കെങ്കിലും നല്ലൊരു ജീവിതം കിട്ടിയല്ലോ എന്ന്. പക്ഷേ ഇപ്പം നവ്യനേക്കാളും അപ്പുറമാണല്ലോ നിന്റെ ജീവിതം. അവർ രണ്ടുപേരും എപ്പോഴും കീരിയും പാമ്പും ആണെങ്കിലും അവർ ഇപ്പോൾ ഒന്നിച്ച് ജീവിക്കാനും തുടങ്ങി, അതുപോലെ ഒരു കുഞ്ഞ് അവർക്കിടയിൽ വരാനും തുടങ്ങി. പക്ഷേ നിങ്ങളുടെ ജീവിതം ആ അറ്റവും ഈ അറ്റവും തമ്മിൽ കൂട്ടിമുട്ടാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയുക, ദേ എങ്ങനെയെങ്കിലും നീ ആദർശിനെ മാറ്റിയെടുത്തേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം, അമ്മേ ഞാൻ എങ്ങനെ മാറ്റിയെടുക്കണം എന്നാണ് ഈ പറയുന്നത്? ഞാനിപ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് തന്നെ അതിനു വേണ്ടി തന്നെയാണ്. ആ ഒരു ശ്രമം ഞാൻ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ഇനി ഞാൻ തുടരുകയും ചെയ്യും. എന്നെങ്കിലും ഒരിക്കൽ ആദർശേട്ടൻ എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം. ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ മുന്നോട്ടേക്ക് പോകുകയെന്ന് പറഞ്ഞപ്പം, മോളെ ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു മോളുടെ ജീവിതം ഓർത്ത്. നമുക്കൊരു നല്ല ജീവിതമാണല്ലോ കിട്ടിയതെന്നോർത്ത്. പക്ഷേ ഇപ്പം നിരാശ മാത്രമാണ് ഈ അമ്മയ്ക്കുള്ളത്. അമ്മ കാരണമാണോ മോളുടെ ജീവിതം ഇങ്ങനെയായി പോയത് എന്നൊക്കെയാണ് ഇപ്പോൾ അമ്മയ്ക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോൾ, അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അമ്മ വിഷമിക്കേണ്ട, ഈ നയനെ എല്ലാം പിടിച്ചെടുക്കും. ഈ നയനെ ഇപ്പം എന്നെ വെറുക്കുകയാണല്ലോ എൻ്റെ ഭർത്താവ്, ആ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നത് അമ്മ കാണും, അത്രമാത്രം അമ്മ കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കനകദുർഗേനെ സമാധാനിപ്പിക്കുകയാണ് നയന. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നവ്യ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്.
അങ്ങനെ കനകദുർഗ പോയി. അപ്പം നവ്യ നയനിയോട് പറഞ്ഞു, ഏടത്തി എന്നല്ല, സോറി മോളെ, നയനെ, നിനക്കൊരിക്കലും ഇത്രമാത്രം സങ്കടമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. കാരണം പലപ്പോഴും നിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാനാണ് പുറത്താക്കാൻ നോക്കിയിട്ടുള്ളത്. ഈ ചേച്ചിയാണ് നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ നോക്കിയിട്ടുള്ളത്. പക്ഷെ ഇത്ര നല്ല മനസ്സിന് ഉടമയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നീ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ നിന്നെ ദ്രോഹിക്കുക മാത്രമല്ലേ മോളെ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പം ചേച്ചി വിഷമിക്കരുത്. കാരണം ചേച്ചി എന്നെ എത്ര ദ്രോഹിച്ചാലും ഒരു തരി സ്നേഹം എനിക്ക് കുറഞ്ഞിട്ടില്ല. എന്നും ചേച്ചിയുടെ സ്നേഹം മാത്രമേ എനിക്കുള്ളൂ. അത് ചേച്ചി മനസ്സിലാക്കണം. ചേച്ചിനെ മാത്രമല്ല, എന്നെ ആരൊക്കെ ദ്രോഹിച്ചാലും അവരെ ഞാൻ സ്നേഹിക്കുകയുള്ളൂ. ഒരിക്കലും ഞാൻ അവരെ ഒരു കുഴിച്ചതിയിലേക്കും തള്ളിവിടില്ല. പിന്നെ ആദർശേട്ടൻ ഇപ്പം എന്നെ ഏറെ വെറുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അതുപോലെ തന്നെ ആദർശേട്ടനെ ഏറെ സ്നേഹിക്കുന്നുമുണ്ട്. എന്തെങ്കിലും ഒരിക്കൽ ആദർശേട്ടൻ ആ സത്യം മനസ്സിലാക്കും. ആ സത്യം മനസ്സിലാക്കി ആദർശേട്ടൻ എന്നെ ഭാര്യയായി അംഗീകരിക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ. അതെത്ര നീണ്ടാലും എത്ര കാലം കഴിഞ്ഞാലും അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും. ഈ കഴുത്തിൽ കെട്ടി ഈ താലിക്ക് അവകാശം മാത്രമേ ഉള്ളൂ. അത് ആദർശേട്ടനായിരിക്കും. ഞാൻ മരിക്കുന്നത് വരെ ഇതെൻ്റെ കഴുത്തിലും കാണും. ഒരു ഭർത്താവ് മാത്രമേ എനിക്കുള്ളൂ. എന്നെ ദ്രോഹിച്ചാലും എന്നെ സ്നേഹിച്ചാലും ആ ഭർത്താവിനെ മനസ്സിൽ കരുതി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനി അങ്ങ് പോയി കേട്ടോ. ഏതായാലും നവ്യയുടെ ഈ സ്വഭാവമാറ്റം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഥ നന്നായിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നുണ്ട്. നമുക്കും ചെറുതായിട്ട് നല്ല രീതിയിലൊരു കാണാനും തോന്നും കേട്ടോ. കാരണം നമ്മുടെ നവ്യയുടെ മാറ്റം അത് വല്ലാത്തൊരു മാറ്റം തന്നെ ആയിപ്പോയി. ഒട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ പെട്ടെന്ന് നവ്യ മാറിയത്. ഏതായാലും നവ്യ മനസ്സിലും വിചാരിക്കുകയാണ്, എൻ്റെ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ പോയാൽ പോരാ. എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരിത് എനിക്കും, ചേച്ചി അല്ലാട്ടോ, അനിയത്തിയാണ്, അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എനിക്കും ചെയ്യണം. അവളെന്നെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്തു, പല ആപത്തിൽ നിന്നും അവൾ എന്നെ രക്ഷിച്ചു, എന്നിട്ട് അവളുടെ ജീവിതം ഇങ്ങനെ ആയി പോകരുത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യ ഇപ്പം നയനയ്ക്ക് വേണ്ടിയും അതായത് കനകദുർഗയ്ക്ക് വേണ്ടിയും സ്വന്തം വീട്ടുകാരെ സ്നേഹിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകാൻ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ കാണിക്കുന്ന വേറൊരു സീൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജലജയുടെ റൂമിലേക്ക് കനകദുർഗ കയറി ചെല്ലുമ്പോഴേക്കും നമ്മുടെ കനകദുർഗയോട് ജലജ പറയുകയാണ്, നീ വലിയ ഗസ്റ്റൊക്കെ ആണല്ലോ, അന്നേരം നിനക്ക് ഇവിടെ സ്പെഷ്യലായിട്ടൊരു റൂമും തരാത്ത എന്താ, നീ വലിയ ആരാണ്ടാണ്, പത്രാസുകാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിനക്കിപ്പോൾ എൻ്റെ കൂടെ കിടക്കേണ്ട ഇതാണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഞാൻ ഈ വീട്ടിലെ ഗസ്റ്റ് അല്ലാഞ്ഞിട്ടായിരിക്കാം എന്നെ നിൻ്റെ കൂടെ കിടത്തുന്നത്. പിന്നെ ഞാനിവിടെ കിടന്നെന്ന് ഓർത്തുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. ആരോട്? അച്ഛനോട്. ഇവിടുത്തെ അച്ഛനോടും അമ്മയോടും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും തീരുമാനം ഉണ്ടാവില്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, ദയവ് ചെയ്ത് നീ എനിക്ക് ഒന്നും ചെയ്യണ്ട, നീ ഇവിടെ കിടക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞേക്കാൻ നമ്മുടെ കനകയുടെ മുമ്പിൽ ജലജ കൈയൊക്കെ കൂപ്പി നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ജലജയെ വെള്ളം കുടിപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ കനകദുർഗയും നവ്യയും കൂടെ കളി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഏതായാലും ജലജയും അതുപോലെ നമ്മുടെ അഭിയും കൂടെ മുട്ടുകാലിൽ എഴയുന്നത് നമ്മളും കാണും കേട്ടോ. ഏതായാലും അങ്ങനെ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകദുർഗയാണെങ്കിൽ വളരെ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അനി ചോദിച്ചു, എന്ത് പറ്റി ആൻറ്റി എന്താ കരയുന്നത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പം പറഞ്ഞു, അയ്യോ മോനെ ഒന്നുമില്ല. അല്ല എന്തോ ഉണ്ടല്ലോ, ഇവിടെ ആരെങ്കിലും ആൻറ്റീനെ എന്തെങ്കിലും പറഞ്ഞോ? ഇനി എൻ്റെ അപ്പച്ചി വല്ലതും പറഞ്ഞോ? ആരും ഒന്നും പറഞ്ഞിട്ടല്ല മോനെ. അത് പിന്നെ ഞാൻ കരയുന്നത് ഇവിടുത്തെ മുത്തച്ഛൻ്റെ കാര്യം ഓർത്തിട്ടാ. എത്ര നല്ല മനസ്സാ, എന്നിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖം വന്നല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ കരയുന്നതെന്ന് പറഞ്ഞപ്പം, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര നല്ല മനസ്സുണ്ടെങ്കിലും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം എന്നൊന്നുമില്ല. നയനേടത്തിയുടെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കിയേ. നയനേടത്തിക്ക് എത്ര നല്ല മനസ്സാ. അതുമല്ല, നയനേടത്തി എത്ര നല്ല മരുമകളാ. എന്നിട്ട് ആ മരുമകളായിട്ട് അംഗീകരിച്ചോ? ഒരിക്കലും എൻ്റെ ചെറിയമ്മ മരുമകളായിട്ട്, ചെറിയമ്മ എന്നല്ല കേട്ടോ, എൻ്റെ വല്യമ്മ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ. അതിൽ പിന്നെ വേറെ എന്തിരിക്കുന്നു? അതാ ഞാൻ പറഞ്ഞത്, എത്ര നല്ല മനസ്സിനുടമയാണെങ്കിലും അത് സന്തോഷം എപ്പോഴും കിട്ടണമെന്നില്ല. സന്തോഷവും കഷ്ടപ്പാടും തന്നെയായിരിക്കും ഈ നല്ല മനസ്സിനുടമകൾക്കൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെയായിരിക്കും എൻ്റെ മുത്തച്ഛനും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അല്ല മോൻ്റെ വല്യമ്മ അങ്ങനെയൊക്കെയാ, പക്ഷെ ആദർശ് മോന് നയനിയായിട്ട് സ്നേഹത്തിലാണോ? അല്ല മോനെന്താ അഭിപ്രായം? അത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പം ഞാൻ എന്താ പറയുക? എൻ്റെ ആദർശേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്കറിയാം. ഒരിക്കലും എൻ്റെ ആദർശേട്ടൻ തിന്മയിലേക്ക് പോവില്ല. അതും എന്നും തെറ്റായിട്ട് തന്നെ ആദർശേട്ടൻ കാണും. നല്ലവരെ എന്നും ആദർശേട്ടനും അംഗീകരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഈ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ മുത്തച്ഛൻ ആദർശേട്ടനെ ഈ ഒരു വലിയ കട തന്നെ ഏൽപ്പിക്കാൻ കാരണം, ആ കടയിലെ മൂർത്തീസ് ജ്വല്ലറിയുടെ MD തന്നെ ആക്കാൻ കാരണം അത് തന്നെയാണ് കാരണം എൻ്റെ ഏട്ടൻ്റെ സത്യസന്ധത. എന്നെങ്കിലും ഏട്ടൻ മനസ്സിലാക്കും. എല്ലാം മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും.
പിന്നെ ഇതിൻ്റെ പേരിൽ ഏട്ടനോട് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഏട്ടൻ അതുമാത്രം മനസ്സിലാവുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ അനി പറയുകയാണ് കനകദുർഗയോട്. ഏതായാലും ഈ ഒരു സമയത്താണ് നമ്മുടെ ആദർശ് ഇറങ്ങി വരുന്നത്. അപ്പം ആ ഒരു സീൻ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. പിന്നെ നമ്മുടെ പുതിയ ചാനലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ചിന്നു ഫാമിലി. നമ്മൾ വ്ളോഗും അതുപോലെ നമ്മൾ എന്നും 9 മണിക്ക് രാത്രി 9 മണിക്ക് ലൈവും വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ലൈവിൽ വരികയും ഞങ്ങൾ എന്താ പറയുക കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സന്തോഷത്തോടെ സംസാരിച്ച് കുറച്ച് രസകരമായ നിമിഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചൊക്കെ ഞങ്ങൾ ഒരു 9 മണിക്ക് ശേഷം ഇരിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടോ എങ്കിൽ നമ്മുടെ പുതിയ ചാനൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷമൊക്കെ പങ്കുവച്ചിരിക്കാം. ഒരു 9 മണിയാകുമ്പോൾ ലൈവിൽ വരും കേട്ടോ. അപ്പം ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ലിങ്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ നമുക്ക് എന്താ പറയുക ആ ചാനലും അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുപോകാം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ലൈവിലൂടെ ഞാൻ പങ്കുവെക്കാൻ എത്തുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാമേ.